പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ശരീരത്തിലേക്ക് എത്തേണ്ടത് വെള്ളം തന്നെയാണ്. അപ്പോൾ വെള്ളം നമ്മളെപ്പോഴും കഴിക്കുക, അതിനോടൊപ്പം തന്നെ നമുക്ക് വീട്ടിൽ ജ്യൂസൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ് റെസിപ്പിയാണ് കേട്ടോ അത്. തണ്ണിമത്തൻ വെച്ചൊരു ജ്യൂസ്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേരെന്ന് പറയണേ. ഞങ്ങളുടെ നാട്ടിൽ വത്തക്ക എന്നാണ് കൂടുതലായിട്ട് പറയാറുള്ളത്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് മധുരമില്ലാത്ത വത്തക്കൊക്കെ കിട്ടാറുണ്ട്. അങ്ങനെ ഉള്ള സമയത്താണ് ഞാൻ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കുന്നത് കേട്ടോ. മധുരമില്ലാത്ത വത്തക്ക മക്കൾക്ക് കൊടുക്കുന്ന സമയത്ത് അവരൊന്നും കഴിക്കാറില്ല. അങ്ങനെയുള്ള സമയത്ത് നമുക്കിത് ജ്യൂസാക്കി നല്ല ടേസ്റ്റോട് കൂടി തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പകുതി വത്തക്കയാണ് കേട്ടോ. ഒരു വത്തക്കൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുറിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തുള്ള ആ കറുപ്പ് കുരുവൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം കേട്ടോ. കറുപ്പ് കുരു വെച്ചിട്ട് നമ്മൾ ഇത് അടിച്ചെടുക്കാൻ പാടില്ല. കുരുവൊക്കെ നന്നായി പോക്കിയതിന് ശേഷം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഞാൻ തന്നെ ഈ നുറുക്കി വെച്ച കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 ഏലക്കായ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങളെ ആവശ്യത്തിനനുസരിച്ചെടുക്കുക. ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. ആദ്യം കുറച്ച് പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കും. അതിനുശേഷം ബാക്കി പാലും കൂടി ഒഴിച്ചതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് അരിച്ചെടുക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള മധുരം കൂടി ചേർക്കുക. നല്ല മധുരമുള്ള വത്തക്കയാണെങ്കിൽ കൂടുതൽ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. എനിക്കിത് മധുരം കുറവുള്ള വത്തക്കയാണ് കേട്ടോ അപ്പോൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യത്തിനുള്ള മധുരം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അടിച്ചെടുത്തതിന് ശേഷം നമ്മളിത് അരിക്കേണ്ടൊന്നും ആവശ്യമില്ല കേട്ടോ. ഇതിൽ അരിച്ച് പോക്കാനായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മളത് നന്നായിട്ട് അടിച്ചെടുത്ത് സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മളെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അവർ കഴിക്കും. മധുരമില്ലാത്ത വത്തക്കൊക്കെയാണ് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിയിട്ട് കിട്ടിയതെങ്കിൽ തീർച്ചയായും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും കുട്ടികളൊക്കെ കഴിക്കും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പാലും കൂട്ടി ഇതുണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് വത്തക്ക കഷ്ണം അതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എന്നാൽ ഇനിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.